ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആൻഡ് എല്ലാവരും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് മിക്ക എക്സാംസിനും നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ വാട്ട് ഈസ് എ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്നുള്ളത്. ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ, ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ റിയാക്ഷൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൊളീഗ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ഇഫ് നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ബേസിക് ആയിട്ടും നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റിയേജൻറ്റ് which is completely used ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്ന ഒരാളാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് ആൻഡ് അതാണ് പ്രൊഡക്റ്റിനെ ലിമിറ്റ് ചെയ്യുന്നത്. വിച്ച് ലിമിറ്റ്സ് ദി എമൗണ്ട് ഓഫ് ദ പ്രോഡക്റ്റ്, limits the amount of the product. സോ ഇത് ആലോചിച്ചാൽ മതി. ബെസ്റ്റായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. ഇപ്പം ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണോ ആ ആവശ്യമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് ആവശ്യമാണ്, ആ എമൗണ്ട് പോലും അതിന് ഇല്ല, ആ റിയാക്ഷനകത്ത് ആ എമൗണ്ട് ഇല്ല. അപ്പോൾ ആ എമൗണ്ട് ഇല്ലാത്തത് മൂലം, ആ ഒരു റിയേജൻറ്റ് ആ ആവശ്യമുള്ള അളവ് ഇല്ലാത്തത് മൂലം പ്രൊഡക്റ്റിൻ്റെ എമൗണ്ടിനെ അത് ലിമിറ്റ് ചെയ്യും. കാരണം പ്രൊഡക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ലിമിറ്റിംഗ് റിയേജൻറ്റിനെയാണ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്കത് നോക്കാം. ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഫിഗർ ഔട്ട് ചെയ്യാൻ എളുപ്പത്തിന് ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു പ്രോസസ്സാണ് ഹേബർ പ്രോസസ്സ്, അമോണിയൻ്റെ പ്രിപ്പറേഷൻ. N2+3H2 gives 2NH3. നമുക്കറിയാവുന്നൊരു ഇക്വേഷനാണ്. ഇതിനകത്ത് നമുക്കറിയാം നൈട്രജൻ എന്ന് പറയുന്നത് 1 മോളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ, 1 മോൾ. 3 മോൾസ് ഓഫ് ഹൈഡ്രജൻ, ഇവിടെയോ 2 മോൾസ് ഓഫ് അമോണിയ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആൻഡ് ഇതിനകത്ത് നമ്മൾ സപ്പോസ് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റിയാക്ഷൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നൈട്രജൻ എന്ന് പറയുന്നത് ഒരു നൈട്രജന് 14 grams ആണ്, ഇവിടെ 2 N2 ആണ്. അപ്പോൾ 2 × 14 എന്ന് പറയുമ്പോൾ 28 grams ആണ് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിൽ സപ്പോസ് നമ്മൾ എടുത്തിട്ടുള്ളത് 50 grams ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ 28 grams യൂസ് ചെയ്യും. ഇതും 50 grams ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 28 grams ആദ്യം യൂസ് ചെയ്തു. ഹൈഡ്രജനോ, ഒരു ഹൈഡ്രജന് 1 gram ആണ്, ഇവിടെ 3 × 2 6 ഹൈഡ്രജൻ ആണുള്ളത്. അപ്പോൾ 6 grams ഓഫ് ഹൈഡ്രജൻ. നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് നമ്മൾ നോക്കുന്നില്ല, ജസ്റ്റ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്താണെന്നേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കിടപ്പുള്ളത്. അപ്പം ഇത് ഇനീഷ്യൽ സ്റ്റേജിലാണ് ഇങ്ങനെയുള്ളത്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ 50 gram ആണുള്ളത്, അതിൽ 28 gram യൂസ് ചെയ്തു. വിച്ച് മീൻസ് പിന്നീട് റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ബാക്കി ഉള്ളത് വെച്ചിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ബാക്കി എന്ന് പറയുമ്പോൾ 50 നിന്ന് 28 പോയാൽ നമുക്കുള്ളത് 22 grams ആണ് ഇനി യൂസ് ചെയ്യാനുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 50 നിന്ന് 6 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എത്രയാണ്, 44 grams ആണ്. ഓക്കെ, അപ്പോൾ ഇനി റിയാക്ഷൻ നടക്കുമോ, നമ്മൾ ആലോചിച്ച് നോക്കുക. ഇനി റിയാക്ഷൻ നടക്കുമോ, പോസിബിൾ ആണോ? ബിക്കോസ് 28 grams വേണം, അതേപോലെ തന്നെ ഇവിടെ 6 grams മിനിമം വേണം. പക്ഷെ ഇവിടെ 28 ഉണ്ടോ, ഇല്ല, ഇവിടെ ഉണ്ട്. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, നൈട്രജൻ എന്ന് പറയുന്നത് എമൗണ്ടിനേക്കാൾ, ആവശ്യമായിട്ടുള്ള എമൗണ്ടിനേക്കാൾ ലിമിറ്റഡ് ആണ് അല്ലെങ്കിൽ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നൈട്രജൻ ആണ് ഇവിടെ വരുന്ന ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഐ തിങ്ക് യു ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ദിസ് ടോപ്പിക്. ഇത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം, നമ്മൾ പ്രോബ്ലം വരുമ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവുക. സോ ദിസ് ഈസ് ദ ബേസിക് തിങ്, അതായത് ഹൗ ടു ഫൈൻഡ് ഔട്ട് എ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇതല്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് വഴി നമുക്കിത് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് തിയററ്റിക്കലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു എന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമുക്കൊരു മെത്തേഡ് വഴി നമുക്ക് പ്രോബ്ലമായിട്ട് നമുക്കിത് ചെയ്യാം. ഓക്കെ, സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ദാറ്റ് ഈസ് ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. 1 gram of hydrogen
and 1 gram of chlorine reacts to form hydrochloric acid. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ പാർട്ടിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വിച്ച് ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ് ആൻഡ് ഹൗ മച്ച് HCl ഈസ് പ്രൊഡ്യൂസ്ഡ്, അതായത് പ്രൊഡക്റ്റ് എത്രയാണ് ഉണ്ടായിട്ടുള്ളത് ഇൻ ഗ്രാംസ് ആണ് കേട്ടോ, ഇൻ ഗ്രാംസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ വി മസ്റ്റ് റൈറ്റ്, പേ പാർട്ടാണെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് റൈറ്റ് ഇക്വേഷൻ ഫസ്റ്റ് അല്ലേ. അപ്പം നമുക്കറിയാം റിയാക്ഷൻ, നമുക്കറിയാം ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ H2 പ്ലസ് Cl2 ഗീവ്സ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് 2HCl. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റൈറ്റ് ദി നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ എത്ര മോൾസ് ആണ്, 1 മോൾ, ഇവിടെയും 1 മോളാണ്, ഇവിടെ 2 മോൾസ് ആണ്. ഇനിയാണ് ഞാൻ പറഞ്ഞ സിമ്പിൾ ട്രിക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് നമ്മൾ ഒരു ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. ദാറ്റ് ഈസ് ഇഫ് ദ വാല്യൂ ഓഫ് N/SV ഈസ് ലെസ് ദെൻ ഇറ്റ് ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. സോ നിങ്ങൾ വിചാരിക്കും വാട്ട് ഈസ് ഈ ഒരു ഇതെന്താണെന്നുള്ളത്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ് ആൻഡ് SV മീൻസ് ഞാൻ ഷോർട്ടാക്കി എഴുതി, ദാറ്റ് ഈസ് എ സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ. സോ N/SV നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ എന്ന് പറയുന്നത് ആർക്കാണോ ലെസ് ആയിട്ടുള്ളത്, 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആർക്കാണോ N/SV വാല്യൂ ഈസ് ലെസ് ദെൻ ഇറ്റ് ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. സോ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് സംഭവം. അപ്പം ഇതിനകത്ത് നമുക്ക് ഇതേപോലെ ഈ N/SV വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ N എന്ന് പറഞ്ഞാൽ ആദ്യം നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് കാണാം. നമ്പർ ഓഫ് മോൾസ് കാണാൻ ഇക്വേഷൻ അറിയാമല്ലോ, ദാറ്റ് ഇസ് ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. സോ ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഇസ് ഓൾറെഡി ഗിവൺ, ദാറ്റ് ഇസ് 1 gram. അപ്പോൾ 1 gram ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ഇവിടെ 2 ഹൈഡ്രജൻ ആണ്, അപ്പോൾ മോളിക്കുലാർ മാസ് വിൽ ബി 2. അപ്പോൾ 1/2 ആണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ, അല്ലെങ്കിൽ നമുക്ക് 0.5 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്ലോറിൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദാറ്റ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്ലോറിൻ ഇത് നമ്മൾ ഇതേ ഇക്വേഷൻ ദാറ്റ് ഇസ് ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. സോ ഗിവൺ മാസ് ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്, ദാറ്റ് ഇസ് 1 gram ഓഫ് ക്ലോറിൻ. സോ 1 ബൈ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ക്ലോറിന് 35.5 grams ആണ്. ഇവിടെ 2 ക്ലോറിൻ ആകുമ്പോൾ 71 അല്ലേ, അതെ. അപ്പോൾ 1/71 നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം കാൽക്കുലേറ്ററിൽ. ഓക്കെ, ഇതാണ് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടിയിട്ടുള്ളത്. ബട്ട് തീർന്നിട്ടില്ല, നമുക്ക് N/SV അതും കൂടെ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ആണോ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് കണ്ടുപിടിക്കാം ഫസ്റ്റ്. അപ്പോൾ ഹൈഡ്രജൻ്റെ N/SV വാല്യൂ നമുക്ക് നോക്കാം, നമ്പർ ഓഫ് മോൾസ് ബൈ സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ. നമ്പർ ഓഫ് മോൾസ് എത്രയാണ് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഇസ് 1/2 ഡിവൈഡഡ് ബൈ സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ. സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, കോഎഫിഷ്യൻ്റ് എന്താ നോക്കുക. ഹൈഡ്രജൻ്റെ ലെഫ്റ്റ് സൈഡിൽ 1 2 എന്തെങ്കിലും കിടക്കുന്നുണ്ടോ നോക്കുക. കോഎഫിഷ്യൻ്റ് എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പോൾ നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ 1/2 ഡിവൈഡഡ് ബൈ 1 വിച്ച് ഇസ് ഈക്വൽ ടു അഗെയിൻ 1/2. ഇതാണ് ഹൈഡ്രജൻ്റെ N/SV വാല്യൂ. സോ കഴിഞ്ഞിട്ടില്ല, നമ്മളിനി ക്ലോറിൻ്റെ കാണണം. ക്ലോറിൻ്റെ N/SV വാല്യൂ കണ്ടുപിടിക്കണം. സോ ഫോർ ദാറ്റ് N നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്ലോറിൻ ദാറ്റ് ഇസ് 1/71 ഡിവൈഡഡ് ബൈ സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ ഓഫ് ക്ലോറിൻ. ക്ലോറിനും ലെഫ്റ്റ് സൈഡ് ഒന്നുമില്ല, കോഎഫിഷ്യൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ 1 വിച്ച് ഇസ് ഈക്വൽ ടു 1/71. ഹിയർ itself it is evident അല്ലേ, ഫ്രം ദിസ് പെർട്ടിക്കുലർ 2 ആൻസേഴ്സ് itself it is evident that ലിമിറ്റിംഗ് റിയേജൻ്റ് ഏതാണ്, ക്ലോറിൻ ആണ്. ബിക്കോസ് നമ്മൾ 1/2 ആണോ 1/71 ആണോ വലുത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കാൽക്കുലേറ്റ് ഇറ്റ് യൂസിങ് കാൽക്കുലേറ്റർ. അതർവൈസ് നിങ്ങളിങ്ങനെ ആലോചിക്കുക, ഒരു കേക്ക് അതിന് നമ്മൾ ഹാഫായിട്ട് മുറിക്കുന്നതാണോ അതോ ഇങ്ങനെ ലൈക്ക് 71 ഒരു ഭാഗം എന്ന് പറയുന്നതാണോ 2 എന്ന് പറയുമ്പോഴാണോ ഏതാണോ ചെറുത്? ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് എപ്പോഴും 1/71 ആണ്, 71 ഇത് 2 അപ്പോൾ ചെറുതായിട്ടുള്ളത് 1/71 ആണ്. സോ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത്, ദാറ്റ് ഈസ് ക്ലോറിൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഹിയർ. ബട്ട് നമ്മൾ പ്രോബ്ലം കഴിഞ്ഞിട്ടില്ല. എ പാർട്ട് നമ്മൾ സോൾവ് ചെയ്തു, ദാറ്റ് ഈസ് ലിമിറ്റിംഗ് റിയേജൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ബട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ബി പാർട്ട് ഓൾസോ, ദാറ്റ് ഈസ് എത്ര ഗ്രാംസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അവിടെ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. സോ നമുക്കിനി അതിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ബി പാർട്ടിലോട്ട് പോവാം. എത്ര ഗ്രാംസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാം. സോ ഫോർ ദാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, ദാറ്റ് ഇസ് H2 + Cl2 ഗീവ്സ് 2HCl ആണ്. 1 മോൾസ് ആണ് ഇവിടെ 1 മോളാണ്, ഇവിടെ 2 മോൾസ് ആണ്.
അപ്പം ഇതിനകത്ത് നമുക്ക് ഓൾറെഡി നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റിനെ കണ്ടുപിടിച്ചു, ദാറ്റ് ഇസ് ക്ലോറിൻ. ബട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ് പ്രോഡക്റ്റിനെ കൈകാര്യം ചെയ്യുന്നത്, അല്ലേ? പ്രോഡക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലിമിറ്റിംഗ് റിയേജൻറ്റിയാണ്. സോ ഹിയർ നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്ലോറിൻ ആണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ നമ്മൾ ഹൈഡ്രജനെ മൈൻഡ് ചെയ്യേണ്ട, അങ്ങനെ വിടാം. നമുക്ക് ക്ലോറിൻ മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിനകത്ത് 1 മോളാണ് ക്ലോറിൻ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 മോൾസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമുക്ക് 1 മോൾ അല്ല, എൻ വാല്യൂ കിട്ടിയത് 1/71 മോൾസ് ആണ്. അപ്പം the question is that 1 mole of chlorine is needed to produce 2 moles of hydrochloric acid. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ how much hydrochloric acid will be produced when 1/71 moles of chlorine is used? 1/71 moles of chlorine ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ഹൈഡ്രോക്ലോറിക് ആസിഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പോൾ 1 മോളിന് 2 മോൾസ് ആണ്, 1/71 മോൾസ് ഓഫ് ക്ലോറിൻ ആണെന്നുണ്ടെങ്കിൽ എക്സ് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എക്സ് ജസ്റ്റ് സാധാ കാൽക്കുലേഷൻ. അപ്പോൾ നമുക്കറിയാലോ ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാലോ. നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. ദറ്റ് ഈസ് 1 × x is equal to 2 × 1/71. അപ്പോൾ therefore x is equal to 2/71 മോൾസ്. ദാറ്റ് ഈസ് ഇത്രയും മോൾസ് ആണ് HCl പ്രൊഡ്യൂസ് ആയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എത്ര മോൾസ് എന്നല്ല, എത്ര ഗ്രാംസ് എന്നാണ്. അതായത് ഗിവൺ മാസ് ആണ് അവർക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ അറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഇസ് 2/71. 2/71 ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഗിവൺ മാസ് അങ്ങനെ തന്നെ ഇടാം, ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് നമുക്കറിയാം, ദാറ്റ് ഇസ് HCl അല്ലേ. ഹൈഡ്രജന് നമുക്കറിയാം 1 ഗ്രാം, ക്ലോറിന് നമുക്കറിയാം 35.5, അപ്പോൾ 36.5 ആയി. പക്ഷെ ഇവിടെ 2 HCl ആണ്, അപ്പോൾ 2 × 36.5 എന്ന് വരും, അല്ലേ? മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് again that is okay, again that is മോളിക്കുലാർ മാസ് ആണ്, ഇങ്ങനെ വരും. പക്ഷേ നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോൾ 2 × HCl എന്ന് കൺസിഡർ ചെയ്യേണ്ട HCl, അപ്പോൾ 36.5 എന്ന് വരും. അപ്പോൾ ഇവിടെ 36.5 എന്ന് വരും. അപ്പം നമ്മൾ നെക്സ്റ്റ് വി ആർ ഗോയിങ് ഡൂയിങ് ഇസ് ദാറ്റ് ഗിവൺ മാസ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ദാറ്റ് ഇസ് 36.5 × 2/71 എന്ന് വരും. അതായത് ഗിവൺ മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞാൽ 73/71 ഗ്രാംസ്. ഇത് എത്രയാണോ നിങ്ങൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് ഇത്രയും ഗ്രാംസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മോളിക്കുലാർ മാസ് നമ്മൾ 2 HCl ആയിട്ട് കൺസിഡർ ചെയ്യാത്തതിൻ്റെ കാരണം മോളിക്യൂളിൻ്റെ മാസമാണ്, അതായത് HClൻ്റെ മാസം മാത്രം നമ്മൾ എടുത്താൽ മതി. ഇതിന് താഴെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ HClൻ്റെ, അതുകൊണ്ടാണ് ഹൈഡ്രജന് 1ഉം ഇതിന് 35.5ഉം. അപ്പോൾ ഇവിടെ നമ്മൾ മോളിക്കുലാർ മാസ് എടുത്തത് 36.5 ആണ്. പിന്നെ നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. സോ വി വിൽ ഗെറ്റ് ദി ആൻസർ കിട്ടും. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ് പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഐ മീൻ പ്രൊഡക്റ്റ് ഇസ് ഡിപ്പെൻഡിങ് ഓൺ ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഈ ഒരു ഇക്വേഷൻ ദാറ്റ് ഇസ് N/SV എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ വെച്ച് സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ക്ലാസ്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ കമൻറ്റ് സെക്ഷൻ. പിന്നെ അതേപോലെ തന്നെ എന്ത് ഫോക്കസ് ഏരിയ ആണ് നിങ്ങൾക്ക് എന്താണോ നമ്മൾ ക്ലാസ് എടുത്ത് തരേണ്ടതെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.